എന്റെ കൂട്ടുകാരൻ 10 days long Mumbai Rajasthan trip series part 3. സിദ്ധാർത്ഥിന്റെ തലയിൽ പ്രാവ് പണി പറ്റിച്ചു ഗൈസ്, പണി പറ്റിച്ചു. സോറി, പ്രാവാണെന്ന് അറിയത്തില്ല, പ്രാവോ കാക്കയോ എന്തോ പണി പറ്റിച്ചു എന്ന് അവന് തോന്നിയത് ചെക്ക് ചെയ്യുന്നതാട്ടോ നിങ്ങൾ കണ്ടത്. ഇന്നത്തെ നമ്മുടെ പ്രധാന ലക്ഷ്യം മുംബൈയുടെ ഒരു ഭാഗം വളരെ ശാന്തമായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ മാത്രം ഉപയോഗിച്ച് കറങ്ങാൻ പോകാന്നുള്ളതാണ്. അതുകൊണ്ട് വെളുപ്പിന് തന്നെ റെഡിയായി ഏകദേശം 5:30 റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇത്രയും നേരത്തെ ട്രെയിനിൽ കയറുന്നതുകൊണ്ടാന്ന് തോന്നുന്നു ആരും ഉണ്ടായില്ല ട്രെയിനിൽ, ഫുള്ള് കാലിയായിരുന്നു. ആരാ പറഞ്ഞ മുംബൈ ക്ലീൻ അല്ലെന്ന്? വെളുപ്പിന് എഴുന്നേറ്റ് നല്ല പക്കയായിട്ട് റോഡ് ക്ലീൻ ചെയ്തിരുന്നാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. പോരാത്തതിന് ഒരുമാതിരിപ്പെട്ട ഞങ്ങൾ നടന്ന വഴി എല്ലാം തന്നെ നല്ല പക്ക ക്ലീൻ ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. 100% ക്ലീൻ എന്നല്ല, ക്ലീൻ ആയിട്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് എന്നേ ഉദ്ദേശിച്ചത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം അതിരാവിലെയാണെന്ന് കേട്ടോ പറഞ്ഞു കേട്ടിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, അപ്പോഴാണെങ്കിൽ നല്ല തിരക്ക് കുറവുണ്ടാവും. രാവിലെ ആവും തോറും തിരക്കിന്റെ അളവ് ഭയങ്കരമായിട്ട് കൂടും. ഭയങ്കര റാൻഡം ആയിട്ട് അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു മലയാളി പയ്യനാട്ടോ ഇത്. ഞങ്ങൾ തമ്മിൽ മലയാളത്തിൽ മിണ്ടുന്ന കണ്ടിട്ട് വന്ന് പരിചയപ്പെട്ടതാ. ഇവൻ കാര്യം പഠിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സ്റ്റേറ്റുകൾ വീതം കറങ്ങാൻ പോകാറില്ല എന്നാ പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു മോട്ടിവേഷനായി. അവിടുന്ന് നേരെ പോയത് ലിയോപോൾഡ് കഫേയിലേക്ക്. പണ്ടൊരു വെടിവെപ്പൊക്കെ നടന്നിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കഫേയില്ലേ, അവിടെ ചെന്ന് മെനു അയച്ചപ്പോഴേക്കാണ് നമുക്ക് ആ കാര്യം മനസ്സിലായത്, ഇത് നമ്മുടെ കൊക്കിന് ഒതുങ്ങൂലെന്ന്. പിന്നെ ഒന്നും കഴിക്കാതെ ഇറങ്ങിപ്പോരാൻ പറ്റിയല്ലോ, അതുകൊണ്ട് ഒരു ബ്രെഡ് ടോസ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തു. വിശപ്പ് ഒട്ടും മാറാത്തോണ്ട് ഇതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള കടയിൽ കയറി വയറ് നിറയെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പോകുന്നു. മുംബൈയിലെ ഒരു പ്രത്യേകത കേട്ടോ വഴിയിലെ ബാർബർ ഷോപ്പ്. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് മുംബൈയിലെ ഒരു ഫേമസ് മ്യൂസിയം കാണാൻ വേണ്ടിയായിരുന്നു കേട്ടോ. ആ മ്യൂസിയത്തിന്റെ പേര് ഇത്തിരി കൊനസ്റ്റ് പേരാട്ടോ. കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് കമന്റ് ചെയ്യുന്നവർക്ക് ഒരു പ്രത്യേക പ്രൈസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇതെല്ലാം കണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് ഉച്ച കഴിഞ്ഞു. അവിടുന്ന് നേരെ ഒരു ഫേമസ് പാർസി റെസ്റ്റോറന്റിൽ ഞങ്ങൾ പോയി. അവിടെ പോയിട്ട് സാരി ചിക്കൻ എന്ന് പറഞ്ഞൊരു ഐറ്റം ഞങ്ങൾ ട്രൈ ചെയ്തു. വാവ്, ഇറ്റ് വാസ് സോ ഗുഡ്. രാവിലത്തെ പോലെ തന്നെ ബഡ്ജറ്റിൽ ഒതുങ്ങി അല്ലാത്തതുകൊണ്ട് ഈ ഐറ്റം മാത്രം അവിടുന്ന് ട്രൈ ചെയ്ത് പുറത്തിറങ്ങി വേറൊരു കടയിൽ നിന്ന് ബട്ടർ ചിക്കനും ബട്ടർ നാനും വയറ് നിറയെ കഴിച്ചു. വെറുതെ അല്ല ലോ ബഡ്ജറ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞത്, മനസ്സിലായല്ലോ അല്ലേ? വൈകുന്നേരം ആയപ്പോൾ മുംബൈയിലെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐസ്ക്രീം സാൻഡ്വിച്ച് ട്രൈ ചെയ്യാൻ വേണ്ടി പോയി ഞങ്ങൾ. ഇത് മേടിക്കാൻ നല്ല തിരക്കായിരുന്നു, അതേപോലെ തന്നെ കഴിക്കാനായിട്ടും അടിപൊളിയായിരുന്നു കേട്ടോ, മോശമില്ല. മുംബൈയിൽ വന്നിട്ട് തിരക്കുള്ള ട്രെയിനിൽ കയറാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം വൈകുന്നേരം വന്നപ്പോൾ മാറിക്കിട്ടി. ഇവിടെയുള്ളവർക്ക് ഇത് സ്ഥിരമാണെന്ന് തോന്നുന്നു. അവിടുന്ന് നേരെ ഞങ്ങൾ ഡോർമെട്രി പോന്നു. അപ്പോൾ ബാക്കി നാളെ.